ഒരിക്കൽ കൂടി ഒരു പെൺകുട്ടിയെ രാഹുൽ മാങ്കൂട്ടത്തിൽ ഗർഭഛിദ്രത്തിന് പ്രേരിപ്പിക്കുന്ന ആ ശബ്ദത്തിലേക്ക്, ആ ഓഡിയോയിലേക്ക് ഒരിക്കൽ കൂടി പോകാം. ഞാനത് ഏൽക്കുകയും ചെയ്യും. ഇവിടെ ആരും പറഞ്ഞില്ലല്ലോ. പിന്നെ അത് വളരുന്നേ അത് താനറിയണ്ട. പിന്നെ എങ്ങനെ അത് വളരുന്നേ? ഞാൻ നോക്കിക്കോളാന്ന് പറഞ്ഞല്ലോ. ആ കൊച്ചിനെ കാണുന്നവരെല്ലാം തന്തയില്ലാത്തവൻ വിളിക്കുന്നു. തന്ത ഉണ്ടോ ഇല്ലയോ? തന്ത ഇല്ലാതെ കൊച്ചു ഭൂമിയിലോട്ട് പൊട്ടി വീഴുവോ? പിന്നെ ആ കൊച്ചാരെ ചൂണ്ടിക്കാണിക്കുന്നേ? അത് ഞാൻ ആ കൊച്ചിനോട് പറഞ്ഞോളാം. മറ്റുള്ള ആളോട് എനിക്ക് പറയേണ്ട ആവശ്യമില്ല. ആ കൊച്ചിനെ ആരെ ചൂണ്ടിക്കാണിക്കും? അത് എന്നെ ചൂണ്ടിക്കാണിക്കും. പിന്നെ അല്ലാണ്ട് വേറെ ആരും ചൂണ്ടിക്കാണിക്കാനാണ് എനിക്കിരിക്കുന്നത്. അത്തരം ബുദ്ധിമുട്ടുകളാണ് ഞാൻ പറഞ്ഞോണ്ടിരിക്കുന്നത്. അതെനിക്ക് ബുദ്ധിമുട്ടാകത്തില്ല. അയ്യോ, അതിനെങ്ങനെ തന്നെ ബുദ്ധിമുട്ടാക്കുന്നത്? പിന്നെ അല്ലാതെ ബുദ്ധിമുട്ടാകാതിരിക്കാൻ ഞാനത് ഏൽക്കുകയും ചെയ്യും. ഞാൻ ഏക്കണോന്ന് ഇവിടെ ആരും പറഞ്ഞില്ലല്ലോ. പിന്നെ അത് വളരുന്നേ? അത് താനറിയണ്ട. പിന്നെ എങ്ങനെ അത് വളരുന്നേ? അത് ഞാൻ നോക്കിക്കോളാന്ന് പറഞ്ഞല്ലോ. ആ കൊച്ചിനെ കാണുന്നവരെല്ലാം തന്തയില്ലാത്തവൻ വിളിക്കുന്നു. തന്ത ഉണ്ടോ ഇല്ലയോ? തന്ത ഇല്ലാതെ കൊച്ചു ഭൂമിയിലോട്ട് പൊട്ടി വീഴുവോ? പിന്നെ ആ കൊച്ചാരെ ചൂണ്ടിക്കാണിക്കുന്നേ? അത് ഞാൻ ആ കൊച്ചിനോട് പറഞ്ഞോളാം. മറ്റുള്ള ആളോട് എനിക്ക് പറയേണ്ട ആവശ്യമില്ല. ആ കൊച്ചിനെ ആരെ ചൂണ്ടിക്കാണിക്കും? അത് എന്നെ ചൂണ്ടിക്കാണിക്കും. പിന്നെ അല്ലാണ്ട് വേറെ ആരും ചൂണ്ടിക്കാണിക്കാനാണ് എനിക്കിരിക്കുന്നത്. അത്തരം ബുദ്ധിമുട്ടുകളാണ് ഞാൻ പറഞ്ഞോണ്ടിരിക്കുന്നത്. അതെനിക്ക് ബുദ്ധിമുട്ടാകത്തില്ല. അയ്യോ, അതിനെങ്ങനെ തന്നെ ബുദ്ധിമുട്ടാക്കുന്നത്? പിന്നെ അല്ലാതെ ബുദ്ധിമുട്ടാകാതിരിക്കാൻ. തുടർച്ചയായി ആവർത്തിച്ച് ഗർഭഛിദ്രത്തിന് യുവതിയെ പ്രേരിപ്പിക്കുന്ന ശബ്ദമാണ് ഇപ്പോൾ അതിൻ്റെ ഓഡിയോയാണ് നമ്മളിപ്പോൾ കേട്ടത്. ഈ ഒരൊറ്റ വിഷയമല്ല, തുടർച്ചയായ ധാരാളം ആരോപണങ്ങൾ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ പല ഘട്ടങ്ങളിലായി ഉയർന്നു വന്നിട്ടുണ്ട്. നമുക്കറിയാം, റിനി ഇന്നലെ പറഞ്ഞത് 3.5 വർഷം മുമ്പ് ആണ് തനിക്ക് ഇത്തരത്തിൽ അശ്ലീല സന്ദേശം അയച്ചത് എന്നാണ്. ആ അശ്ലീല സന്ദേശം റിനിക്ക് അയച്ചിട്ടുണ്ട് എന്നത് പാർട്ടി നേതൃത്വം 3.5 വർഷം മുമ്പ് സ്ഥിരീകരിച്ചിട്ടുണ്ട്. അത് തന്നെയാണല്ലോ വി ഡി സതീശൻ പറയുന്നത്. ഒരച്ഛൻ്റെ സ്ഥാനത്ത് നിന്നുകൊണ്ട് എന്ത് നടപടി ഞാൻ സ്വീകരിക്കണോ ആ നടപടി ഞാൻ സ്വീകരിച്ചു എന്ന്. സനീഷേ, ഈ സമയത്ത് നമുക്ക് സംശയം തോന്നുന്നത് ആ നടപടിയായിരുന്നോ യൂത്ത് കോൺഗ്രസ് അധ്യക്ഷ സ്ഥാനത്തേക്ക് രാഹുൽ മാങ്കൂട്ടത്തിലിനെ കൊണ്ടുവന്നു വെച്ചത്? ആ നടപടിയായിരുന്നോ പാലക്കാട് ഉപതെരഞ്ഞെടുപ്പിൽ രാഹുൽ മാങ്കൂട്ടത്തിലിനെ മത്സരിപ്പിച്ചത്? ആ നിലയ്ക്ക് വി ഡി സതീശൻ എളുപ്പത്തിൽ ഒഴിഞ്ഞു പോകാവുന്ന കാര്യമല്ലല്ലോ റിനിയുടെ ആരോപണം. നിശ്ചയമായിട്ടും ഹർഷൻ, അതായത് ഇത്രമേൽ ഗൗരവതരമായിട്ടുള്ള വിഷയത്തിൽ ഇതേക്കാൾ ശക്തമായ വാക്കുകളിൽ ഇപ്പോഴെങ്കിലും അദ്ദേഹം സംസാരിക്കേണ്ടിയിരുന്നു എന്നൊരു തോന്നലാണ് സ്വാഭാവികമായിട്ടും കേൾക്കുന്ന ആളുകൾക്കെല്ലാം ഉണ്ടാവുക. പക്ഷേ അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയമായിട്ടുള്ള അദ്ദേഹം ഇരിക്കുന്ന പദവി അദ്ദേഹത്തെ നിർബന്ധിക്കുന്ന ചില കാര്യങ്ങളുണ്ട് എന്ന് കണ്ടു വേണമെങ്കിൽ എക്സ്ക്യൂസ് ചെയ്യാം എന്ന് മാത്രമേ ഉള്ളൂ. അതായത് അദ്ദേഹത്തിൻ്റെ മുന്നിലേക്ക് വന്നിരിക്കുന്ന, അല്ലെങ്കിൽ പൊതുസമൂഹത്തിന് മുന്നിലേക്ക് വന്നിരിക്കുന്ന പരാതി ഇപ്പോൾ റിനി ഇന്നലെ പറഞ്ഞ കാര്യവും ഇപ്പോൾ ഈ നമ്മൾ കേട്ട അതീവ ഗുരുതരമായിട്ടുള്ള ഈ ഓഡിയോയും മാത്രമാണ്. പക്ഷേ ഹർഷൻ ചൂണ്ടിക്കാണിച്ചതുപോലെ 3.5 വർഷം മുമ്പ് തന്നെ ഇത്തരം സ്വഭാവ വൈകല്യങ്ങളുടെ ഇപ്പോൾ കാണുന്നത്രക്ക് വലുപ്പത്തിലല്ല എന്ന് കരുതുക, എങ്കിൽ പോലും സ്വഭാവ വൈകല്യത്തിൻ്റെ സൂചനകൾ കലർന്ന പരാതികൾ ഈ പാർട്ടി നേതൃത്വത്തിന് മുന്നിൽ ഉണ്ടായിരുന്നു എന്നതാണ് നമ്മൾ അറിയുന്നത്. അങ്ങനെ പരാതികൾ മുന്നിൽ ഉണ്ടായിരിക്കെ ഹർഷൻ ചൂണ്ടിക്കാണിച്ചപ്പോൾ അതിനുശേഷം അദ്ദേഹത്തിന് MLA സ്ഥാനം അടക്കമുള്ള പദവികൾ കിട്ടുകയാണ്.